നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കളിയുടെ ഇഞ്ചുറി ടൈമിൽ വിനിയുടെ അസിസ്റ്റിൽ നിന്ന് ബെല്ലിംഗാമിന്റെ ഗോൾ. ഇതാണ് കാവ്യനീതി. അപമാനിക്കപ്പെട്ടവൻ അവസാന ഘട്ടത്തിൽ എല്ലാം സമർപ്പിച്ച് വിജയ ശ്രീലാളിതനായി നിൽക്കുന്ന ആ നിൽപ്പ്. ഇത്തിഹാദ് നിശബ്ദമായി പോയ നിമിഷം. 2-3 മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു റയൽ മാഡ്രിഡ്. ഇത്തിഹാദിലിട്ട് പരാജയപ്പെടുത്തുമ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫിന്റെ ആദ്യ ഘട്ടം അവർ വിജയിച്ചിരിക്കുന്നു. ഈ വിജയം കൊണ്ടെല്ലാമായെന്ന് അർത്ഥമില്ല. രണ്ടാം ഘട്ടം സാന്റിയാഗോ ബെർണബുവിൽ നടക്കാനുണ്ട്. ഒരു ചെറിയ അഡ്വാൻറ്റേജ് ആണ് റയൽ നേടിയതെങ്കിലും ഇത് വലിയ വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. എർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോളുകൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ലീഡ് അവസാന 80 മിനിറ്റിലെത്തുമ്പോൾ നേടിക്കൊടുത്തതാണ്. പക്ഷേ അവസാന ഘട്ടത്തിൽ വിനി മറ്റൊന്ന് ചിന്തിച്ചിരുന്നു. ബെല്ലിംഗാം അത് ഗോളാക്കി മാറ്റിയിരുന്നു. അതോടുകൂടി വിജയവും ചിരിയും റയൽ മാഡ്രിഡിൻ്റെതായി. റയലിനായിട്ട് കിലിയൻ എംബാപ്പെ, ഡയസ്, ബെല്ലിംഗാം എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത്. നമുക്ക് ഒരിക്കൽ കൂടി ലീഡ് നേടിയ മത്സരം പരാജയപ്പെടുന്ന മാഞ്ചസ്റ്റർ സിറ്റി. പെപ്പ് കളിക്ക് ശേഷം പറഞ്ഞ പോലെ ഈ സീസണിലത് ആദ്യമായിട്ടല്ല, എത്ര വട്ടം കണ്ടിരിക്കുന്നു ലീഡ് എടുത്ത കളി സിറ്റി തോൽക്കുന്നത്. ആരാധകർക്ക് വലിയ നിരാശ തന്നെ സമ്മാനിക്കപ്പെടുന്നു. ഏതായാലും അപമാനിക്കപ്പെട്ട വിനി ആ ബാനർ ഇങ്ങനെ ഇട്ട് അപമാനിച്ച അതേ ആരാധകർക്ക് മുന്നിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പിടിച്ചു നിൽക്കുന്ന രംഗമുണ്ടല്ലോ, അത് വളരെ വളരെ മനോഹരമാണ്. കളിയിൽ എർലിംഗ് ഹാലൻഡിനെ മുന്നിൽ നിർത്തി. ഒപ്പം ബെർണാഡോ സിൽവയും KDBയും ഗ്രീലിഷും സാവിയോയും ഒക്കെ ആദ്യ 11-ൽ മുന്നേറ്റങ്ങൾ നയിക്കാൻ സിറ്റിക്കായിട്ടുണ്ടായിരുന്നെങ്കിൽ മറുഭാഗത്ത് വിനി ജൂനിയറും കിലിയൻ എംബാപ്പയും റോഡ്രിഗോയും ജൂഡ് ബെല്ലിംഗാമും ഒക്കെ ചേർന്നുകൊണ്ടാണ് റയലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 19-ാമത്തെ മിനിറ്റിൽ തന്നെ എർലിംഗ് ഹാലൻഡിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി ലീഡ് എടുത്ത് കഴിഞ്ഞിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ കളി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 60-ാമത്തെ മിനിറ്റിൽ കിലിയൻ എംബാപ്പെ, എന്തൊരു ഫിനിഷിംഗ് ആയിരുന്നത്! അങ്ങനെ കിലിയൻ എംബാപ്പെ റയലിനെ ഒപ്പം എത്തിക്കുന്നു. 80-ാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ എർലിംഗ് ഹാലൻഡ് ലീഡ് തിരികെ പിടിക്കുകയാണ് സിറ്റിക്ക് വേണ്ടി. അവിടെ സിറ്റി വിജയിച്ചു എന്ന് കരുതിയവരുണ്ടാകാം. പക്ഷേ നിരന്തര ആക്രമണം അതായിരുന്നല്ലോ റയലിന്റെ ഒരു രീതി. 86-ാമത്തെ മിനിറ്റിൽ ഡയസ് അവരെ മുന്നോട്ട് കൊണ്ടുപോകും, ഒപ്പം എത്തിക്കുന്നു. ഡയസിന്റെ ഈക്വലൈസർ ഇറക്കുന്നു. ഡയസ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് സമയമേ ആയിരുന്നുള്ളൂ. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ വക ഈക്വലൈസർ ഇറക്കുന്നു. തന്റെ മുൻ ക്ലബിനെതിരെയുള്ള ഗോളായതുകൊണ്ടാവണം അദ്ദേഹം അത് ആഘോഷിച്ചില്ല. ഒടുവിൽ ഡിസിസീവ് മൊമെന്റ് വരുന്നു. 90 മിനിറ്റ് കഴിഞ്ഞ ഇഞ്ചുറി ടൈമിൽ വിനിയുടെ അസിസ്റ്റിൽ നിന്ന് ജൂഡ് ബെല്ലിംഗാമിന്റെ ഗോൾ. 2-3 ഗോളുകളുടെ തകർപ്പൻ വിജയം തന്നെ ഇത്തിഹാദിൽ പോയിട്ട് ഇതാ സ്വന്തമാക്കിയിരിക്കുകയാണ്. എത്ര അവസരങ്ങൾ അവർ ഉണ്ടാക്കിയെടുത്തൊരു കളിയാണ്. ഒരു പക്ഷേ പെപ് ഗാർഡിയോള അവരുടെ കോച്ചായിട്ട്, സിറ്റിയുടെ കോച്ചായി വന്നിട്ട് ഒരു എവേ ടീം ഇത്രയധികം അവസരങ്ങൾ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. അർഹിച്ച വിജയമാണ് ഞങ്ങൾ നേടിയത് എന്ന് ആഞ്ചലോട്ടി പറയുന്നു. യെസ്, അർഹിച്ച വിജയം തന്നെയാണ് റയൽ മാഡ്രിഡ് ഇത്തിഹാദിലിട്ട് സിറ്റിയെ തീർത്തുകൊണ്ട് നേടിയിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.